ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ. നമ്മൾ റവയും തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഈവനിങ്ങിനൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യില്ലെങ്കിൽ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നെയ്യിൽ നമ്മളിത് വറുത്തെടുത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ റവ ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നീട് എടുക്കുന്നതൊക്കെ ഈ ഒരു റവയുടെ അളവിനാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റോളം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി വറുത്ത റവ എടുക്കുകയാണെങ്കിലും നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് റവ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു സമയം വരെ ഇത് വറുത്തെടുക്കാം. ഒട്ടും കരിഞ്ഞു പോകരുതേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. ഇപ്പോൾ അത് റവയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആ ഒരു നെയ്യിലൊക്കെ ഒന്ന് മൂത്ത് വന്ന ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് 250 ml കപ്പിന് 2 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ റവ എത്ര എടുത്തു അതിൻ്റെ ഇരട്ടി വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഈ 2 കപ്പ് പാലിന് പകരം 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. മുഴുവനായിട്ട് പാലിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാക്കറ്റ് പാലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പാല് തിളപ്പിച്ചിട്ടൊന്നുമില്ല, തിളപ്പിക്കാത്ത പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റവ എടുത്ത അതേ കപ്പിന് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാല് പെട്ടെന്ന് അങ്ങോട്ട് വറ്റിപ്പോവും, റവ കുക്കായിട്ട് കിട്ടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ റവ നല്ലപോലെ കുക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. 1 മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ എടുക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കണ ആ ഒരു പേടിയൊന്നുമില്ല. അതല്ല നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പാൻ ഇല്ലെങ്കിൽ അടി കട്ടിയുള്ള നല്ല പാൻ എടുക്കുക കേട്ടോ. സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെയൊക്കെ നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. എന്നിട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് റവ അടിയിൽ പിടിക്കും. ഒരു 2-3 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ഇതൊന്ന് വറ്റി വരും. ഇപ്പോൾ അതാ പാലൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വന്ന് റവയൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. നമുക്കിത് കുഴച്ചെടുത്തിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കേണ്ടതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു 4 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ ആയി കിട്ടും കേട്ടോ. നല്ലപോലെ വറ്റി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതിയിൽ ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നെയ്യോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റവയൊക്കെ കണ്ട കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ അതാ ഞാനിവിടെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴേക്കും ഇത് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് പോയി നല്ല സെറ്റായിട്ട് കിട്ടും. ഇനി ഇത് പെട്ടെന്ന് തണുക്കണമെന്ന് വെച്ചിട്ട് തുറന്ന് വെക്കരുത് കേട്ടോ. നമ്മൾ അടച്ചിട്ട് തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകും. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ്സ് നമുക്ക് തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ ആ റവയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാൻ തന്നെയാട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏകദേശം 1 കപ്പോളം തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു 2 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ തേങ്ങയിലുള്ള ഒരു വെള്ളപ്പറ്റൊക്കെ നല്ലപോലെ ആയിട്ടൊന്ന് മാറി കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഗ്രേറ്ററിലൊക്കെ ഒന്ന് ചീകി എടുത്തതാണ് കേട്ടോ. എന്നിട്ട് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്.
ഞാനിവിടെ പലഹാരം തയ്യാറാക്കുന്നത് 1 കപ്പ് റവ വെച്ചിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ഒരു തേങ്ങൻ്റെയും ശർക്കരയുടെ അളവൊക്കെ കൂട്ടിയെടുത്തോളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറവാണെങ്കിൽ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം പലഹാരം ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ഈ ഒരു ശർക്കര ചെറിയ രീതിയിലൊന്ന് മെൽറ്റായി വന്ന് ഈ ഒരു തേങ്ങയിൽ നല്ലപോലെ യോജിച്ച് വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ശർക്കരയും തേങ്ങയും നല്ല രീതിയിൽ തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ റവയ്ക്ക് അത്യാവശ്യം ചൂട് പോയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ചൂടായിട്ടുണ്ടായിരുന്നുള്ളൂ. കൈ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ അതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മൾ നെയ്യിലാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇനി ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് നെയ്യോ ഓയിലോ അപ്ലൈ ചെയ്തതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 2 പാർട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്തിട്ട് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുന്ന സമയത്ത് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഈ ഒരു റവൻ്റെ ആ ഒരു കൂട്ട് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പത്തിരിയൊക്കെ പരത്തണ പോലെ നല്ല കനം കുറച്ചിട്ട് പരത്തരുത് കേട്ടോ. ചെറിയ രീതിയിൽ കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാനും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ കുപ്പികളുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു സൈഡ് വശങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്തു മാറ്റാം കേട്ടോ. നമ്മളിത് പരത്തിയെടുത്തപ്പോൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പരത്തിയെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് എടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വലിപ്പം വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ, ആ ഒരു ഫില്ലിങ്സ് എടുത്തിട്ട് ഇതിൽ എല്ലാത്തിലേക്കും ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയ റൗണ്ട് ആക്കിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഫില്ലിങ്സ് മാത്രം ഇട്ട് കൊടുക്കുക. ഒരുപാട് ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പാകത്തിന് മാത്രം ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ കണ്ടോ നല്ല പോലെ ഒന്നിത് സെറ്റായിട്ട് വരും കേട്ടോ. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് വശം നല്ല രീതിയിൽ തിന്നാക്കിയിട്ട് വേണം കേട്ടോ ഒന്ന് പ്രസ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. നല്ല രീതിയിൽ തന്നെ കനം കുറച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഒന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മൾ റവ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ മൈദ അരിപ്പൊടി ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂണോളം ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നല്ല രീതിയിലൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഷേപ്പായിട്ട് ഒന്ന് പ്രസ്സായിട്ട് വരും. ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ 2 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവ വെച്ചിട്ട് ചെയ്തെടുത്തപ്പോൾ ഇതേ അളവിൽ കണ്ടോ നമുക്ക് ഒരുപാട് എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം തന്നെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടും ഓയിലൊന്നും കുടിക്കില്ല. ഇപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റ് ആയപ്പോഴേക്കും ഒരു സൈഡ് ഇതുപോലെ കളർ മാറി കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടും ഏകദേശം 1 മിനിറ്റോളം മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ആ ഒരു സൈഡും നല്ലപോലെ ഒന്ന് കളർ മാറി കിട്ടും. പിന്നെ അതുപോലെ തന്നെ റവ നല്ലപോലെ കുക്കായതാണ്. ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് കളർ വേണമെങ്കിൽ കുറച്ച് നേരമൊക്കെ ഓയിലിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരുപാടായിട്ട് കളറാക്കുന്നില്ല. ചെറുതായിട്ട് ബ്രൗൺ കളർ വരുമ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഓയിലിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്.
ഇപ്പോൾ കണ്ടോ എല്ലാം തന്നെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. ഇനി 1 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ അത് അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. 2 സൈഡും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പൊട്ടിപ്പോയിട്ടൊന്നുമല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം തന്നെ ഇതേ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാൻ ഉണ്ടല്ലോ, അത് അത്യാവശ്യം വലുപ്പമുള്ളത് എടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരേ സമയം കുറേ എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ചെറിയ പാൻ ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ചിട്ടിട്ട് മാത്രം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ രണ്ടാമത്തെ തവണ ഇട്ടത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ചായയുടെ കൂടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മധുരമൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ ഒന്ന് മധുരത്തോടു കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരപ്പാനി ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത ഉടനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സ്വീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പോളം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് 2 ഏലക്ക ചതച്ചതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒട്ടുന്ന പരുവത്തിലായി കിട്ടിയാൽ മാത്രം മതി. ഇത് തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്ന പരുവ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഒരു നൂൽ പരുവത്തിലാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നാക്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടൊന്നുമില്ല, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. എല്ലാതും മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇതൊന്ന് ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കണം. അപ്പോഴേ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കുറച്ച് ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടച്ച് വെക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അടച്ച് വെക്കുന്നത്. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വെറും 5 മിനിറ്റ് മാത്രം അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ അതാ നമ്മൾ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. അതായത് ആ ഒരു ഷുഗർ സിറപ്പിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാനും. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു റവ വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമുള്ളൊരു അടിപൊളി ഐറ്റംസാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം, അല്ലാതെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ റവ കൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടും. അതായത് നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.